അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വർഷയെ കൊണ്ട് സ്റ്റുഡിയോയിൽ വിട്ടിട്ട് വന്ന വഴിക്ക് രേവതിയുടെ അനിയത്തെ കാണുന്നുണ്ട്. അനിയത്തെ കാണുമ്പോഴത്തേക്കും ഒരു കുട്ടയിലും മുഴുവനും പൂവായിരുന്നു. അപ്പോഴത്തേക്കും കോളേജിൽ പോകാനുള്ള സമയമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി അവിടെ നിർത്തുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് ദേവുവിനെയും കൊണ്ട് വരുന്നു. അപ്പോൾ ഈ രണ്ടുപേരെയും ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോവുകയും അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന, സ്കൂട്ടറിൽ കൊണ്ടുവരികയും ചെയ്യുന്ന രംഗം നമ്മുടെ ഭാമ കാണുന്നുണ്ട്. ഭാമ അപ്പോഴും അതിശയിച്ച് പറയാണ്, അവൻ്റെ മൂത്ത മോനെ ഇതായിപ്പോയി, രണ്ടാമത്തെ മോനിൽ പ്രതീക്ഷ ഉണ്ടായി, അതും ഇങ്ങനെ ആയിപ്പോയി, ഏറ്റവും ഇളയ മോനിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതും പോയോ എന്നും പറഞ്ഞുകൊണ്ട് ഭാമ ഇങ്ങനെ ആലോചിക്കണം. ഇത് രേവതിയുടെ അനിയത്തി ദേവുവല്ലേ, എങ്കിൽ ഒരു പൂക്കാരി വന്നതിൻ്റെ കുറവ് മനസ്സിലാക്കി വെച്ചേക്കാം, അടുത്തൊരു പൂക്കാരിയും കൂടെ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് മനസ്സ് വിചാരിക്കണം. ഉടൻ തന്നെ ഭാമ എന്ത് ചെയ്ത് ചന്ദ്രയെ വിളിക്കുന്നുണ്ട്. ചന്ദ്രയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യം നീ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര പുകിലൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എടി നിൻ്റെ ശ്രീകാന്തില്ലേ, ശ്രീകാന്തിന് എന്ത് പറ്റി? അവൻ ഒരു പെണ്ണിനെയും കൊണ്ട് സ്കൂട്ടറിൽ പോകുന്നത് കണ്ട്, അത് വലിയ വീട്ടിലെ പെണ്ണാണ്, അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, നല്ലൊരു പെണ്ണാണ്, കാണാനൊക്കെ കുഴപ്പമില്ല, നല്ല വീട്ടിലൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവൻ വേറൊരു പെണ്ണിനെ ഇരുത്തിക്കൊണ്ട് വരുന്നതുകൊണ്ട് അത് നോക്കിയപ്പോഴും വേറെ ആരുമല്ല, രേവതിയുടെ അനിയത്തി ദേവുവോ? കൊള്ളാമല്ലോ, ഒരു പൂക്കാരി വന്നതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല, അടുത്തൊരു പൂക്കാരി. അത് കേട്ടതും ചന്ദ്ര ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. എന്നുവെച്ചാൽ ദൈവമേ, ഇനി ഒരുത്തിയും കൂടെ, നീ എത്രയും പെട്ടെന്ന് ശ്രീകാന്തിനൊരു പെണ്ണിനെ നോക്കണം, പെണ്ണിനെ നോക്കി ഒരു മലേഷ്യക്കാരി ഇവിടെ വന്നിട്ടുണ്ട്, ഇനി സിംഗപ്പൂരോ അങ്ങനെ ഏതെങ്കിലും രാജ്യത്തുള്ളൊരു വലിയൊരു പണക്കാരൻ്റെ മോളെ കൊണ്ടുവന്ന് എൻ്റെ ശ്രീകാന്തിന് കെട്ടിക്കൊടുക്കണം, നീ ഒന്ന് ആലോചിക്കണമെന്ന് പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ അന്വേഷിച്ച് പറയാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടോടം തന്നെ നമ്മുടെ ചന്ദ്ര മനസ്സൊന്ന് ഇളകി കേട്ടതിന് മുന്നേ ശ്രീകാന്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്, അതും തെറ്റിച്ച് പോകുമോ എന്നുള്ള ഒരു കാര്യമാണ് ആലോചിക്കുന്നത്. നീ ഇപ്പോൾ അവൻ്റെ ചോദിക്കുകയൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. പിള്ളേരുടെ മനസ്സ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവളെയും കെട്ടിക്കൊണ്ട് ഇങ്ങനെ പോന്നാലോ, അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി, അതുകൊണ്ട് ഇതിനെപ്പറ്റി നീ അവനോട് ചോദിക്കുകയോ പറയുകയോ വേണ്ടെന്ന് പറയും. ചന്ദ്രമതി പറയുന്നുണ്ട്, ശരി ഞാൻ അങ്ങനെ ചെയ്യാം. പക്ഷേ ചന്ദ്രമതിക്ക് മനസ്സിലൊരു വെപ്രാളം തുടങ്ങി. എന്നുവെച്ചാൽ രേവതിയുടെ അനിയത്തി ദേവുവിനെ കൊണ്ടുവന്നാലുള്ള കാര്യം പിന്നെ പറയണ്ടല്ലോ, നടക്കുന്ന പുകിൽ. അപ്പോൾ അതങ്ങനെ കഴിയുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ സുധീനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് അമ്മ 1,00,000 രൂപ തന്ന കാര്യം നീ എന്നോട് പറയാത്തത്, ടിക്കറ്റ് എടുത്ത കാര്യവും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ മറക്കാനുള്ള കാര്യം എന്താണ്, ഇത്രയും വലിയൊരു എമൗണ്ട് വന്നിട്ടും എന്തിനാണ് അമ്മ ആൻറ്റി പെട്ടെന്ന് മറന്നു പോവാനും നിനക്ക് പെട്ടെന്ന് മറുതി വരെ, ഇതിലെന്തോ ഒരു കള്ളത്തനം ഇല്ലേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയൊന്നുമില്ല, എനിക്കങ്ങ് മറന്നു പോയതാണ്, പെട്ടെന്ന് ഞാനങ്ങ് അത് ആലോചിച്ചപ്പോഴങ്ങ് മറന്നുപോയി, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നറിയില്ല, അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ശ്രുതിക്ക് ചെറിയൊരു കള്ളത്തനം മണക്കുന്നുണ്ട്. എന്നു വെച്ചാൽ രണ്ടുപേരും ഒരേ സമയത്ത് ഒരു കാര്യം തന്നെ മറക്കുകയാണെങ്കിൽ അതിനെന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് ശ്രുതി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ശ്രുതി അവിടെ നിന്നുകൊണ്ട് വിൽക്കുകയാണ്. ശ്രുതിക്ക് ഉത്തരം പറയണോ വേണ്ടയോ, ഞാനിനിപ്പോൾ പറഞ്ഞാൽ അബദ്ധമാവോ എന്നൊക്കെയുള്ള ഒരു ഇത് നമ്മുടെ ശ്രുതിക്കുണ്ട്. എന്നാലും ശ്രുതി വിക്കിയും മുക്കിയും മൂളിയൊക്കെ പറയുന്നുണ്ട്. അത് ഞാനും അങ്ങ് മറന്നുപോയി, രേവതിയുടെ അനിയനെ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയും പോലീസ് വരികയും ഇതൊക്കെ എന്തെല്ലാം ഇവിടെ നടന്നു, എന്നിട്ടും നിങ്ങൾക്ക് ആർക്കും അത്രയും സമയം വരെ ഇങ്ങനത്തെ ഒരു കാര്യം ഓർമ്മയുണ്ടെന്നോ ഒന്നും പറയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നത്? ശ്രുതി വീണ്ടും ഇതിനെ തന്നെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. ശ്രുതിക്ക് ഇവിടെ നിന്ന് ശ്രുതി അങ്ങ് എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ശ്രുതിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോഴത്തേക്ക് അമ്മയും പറയുന്നുണ്ട്, മോളെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എങ്ങനെ പറ്റിയെന്നറിയില്ല, ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നുണ്ട്, മോളെ അബദ്ധം പറ്റിയതാണ്, ഒന്ന് ക്ഷമിക്ക്, അല്ലാതെ സംഭവിച്ചതല്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ സച്ചിയാണെങ്കിൽ ഹാളിൽ വന്നിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. എല്ലാവരും വിളിച്ചിട്ട് അച്ഛനെയും ശ്രുതിയെയും എല്ലാവരും അമ്മയും വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അവൻ എടുത്തേക്കുന്ന ആ
ട്രിപ്പ്, അതായത് ഹണിമൂണിന് പോകണ ആ ടിക്കറ്റ് ക്യാൻസലാക്കിയിട്ട് നമുക്കെല്ലാവർക്കും കൂടെ ഹണിമൂണിന് ആൻഡമാനിൽ പോവാം, അങ്ങനെയുള്ള ടിക്കറ്റ് എടുക്കുക. എന്നുവെച്ചാൽ ഇനി ഈ വീട്ടിൽ ഇനി ആരും പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, എന്നും വഴക്കാണ് ഈ വീട്ടിലുണ്ടാകുന്നത്. അതുകൊണ്ട് ഇനി മേലിൽ വഴക്കുണ്ടാകാൻ പാടില്ല. സച്ചി അത് പോയിട്ട് തലേദിവസം നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ്. അന്ന് കണ്ടത് 6 കുട്ടികളാണ്, ഇപ്പം ഞാൻ കണ്ടത് 4 കുട്ടികളാണ്. അപ്പോഴത്തേക്ക് ചന്ദ്രമതി കേൾക്കുന്നത് എന്താണ് നീ പ്രാന്ത് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് രേവതിക്ക് കാര്യം പിടികിട്ടി രേവതി ചിരിക്കുകയാണ്. അപ്പോൾ സച്ചി തലേ ദിവസം നടന്ന കാര്യങ്ങളും നമ്മുടെ രേവതി തന്നെ കെട്ടിപ്പിടിക്കുകയും പിന്നെ അവർ രണ്ടുപേരും ഒന്നായി തീരുകയും ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നു നമുക്ക് എല്ലാവർക്കും കൂടെ ഹണിമൂണിന് പോകാമെന്ന്. അച്ഛൻ അമ്മ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഹണിമൂണിനെന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോയതല്ലാതെ വേറെ എവിടെയോ എന്നെ കൊണ്ടുപോയിട്ടില്ല, ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി കുറച്ച് ദൂരം വരെ ഇയാൾ എന്നെ കൊണ്ടുപോയതല്ലാതെ വേറെ ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് ഹണിമൂണിന് പോകാം പറയുന്നുണ്ട്. ഇത് കേട്ട് നിന്ന് രേവതിക്ക് ഒന്ന് വിഷമം വന്ന് രേവതി റൂമിൽ പോയിട്ടിരുന്നു കരയാണ്. എന്നിട്ട് എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുന്നു. അത് നിങ്ങളല്ലേ പറഞ്ഞത് ഹണിമൂണിന് പോകുന്നത് ഒരുമിച്ചാണ്, എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ കിടന്ന് പിണങ്ങുന്നു.